മക്കളെ, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കാണ്. അത് റിപ്പീറ്റേഴ്സിനല്ല, റിപ്പീറ്റേഴ്സിനല്ല. റിപ്പീറ്റേഴ്സോ ആണെങ്കിൽ അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് അടിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നീറ്റിനെ കുറിച്ച് ഇപ്പോഴും പ്രോപ്പറായിട്ടുള്ള ധാരണ ഇല്ലാത്ത കുറേ മക്കളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോഴും പല മക്കൾക്കും അറിയില്ല നീറ്റ് എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസാണ്, എത്ര മാർക്കിലാണ്, അതുപോലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നീറ്റ് എൻട്രൻസ് എക്സാം ഈ വർഷം 22,70,000 കുട്ടികൾ, 22,70,000 സ്റ്റുഡൻസ് ആണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 1.5 ലക്ഷത്തോളം കുട്ടികളാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്. ഈ എക്സാമിൽ നമുക്ക് വന്നിട്ട് ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യൻസ്, ബയോളജിയിൽ 90 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ വന്നിട്ട് എല്ലാം കൂടെ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 4 മാർക്കാണ് കിട്ടുന്നത്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ -1 മാർക്ക്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 720 മാർക്കിലാണ് എക്സാം. ഈ 720 എത്ര കിട്ടിയാൽ നീറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എക്സാം കഴിഞ്ഞാലേ നമുക്ക് കുറേയൊക്കെ പറയാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, എക്സാമിൻ്റെ ഓരോ വർഷങ്ങളും എക്സാമിൻ്റെ ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ മാറിയാണ് വരുന്നത്. ഈ കഴിഞ്ഞ വർഷം 526 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടി. പക്ഷെ അതിൻ്റെ മുന്നിലത്തെ വർഷമില്ലേ 2024 652 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടിയുള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഇല്ലേടാ, ഒരു 120-125 മാർക്കിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ അത്രയും മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താവും എങ്ങനെയാവും എന്നൊന്നും തന്നെ. ഇതിൽ ബയോളജിയിലാണ് 360 മാർക്ക്, 180 മാർക്ക് ഫിസിക്സിലാണ്, 180 മാർക്ക് കെമിസ്ട്രിയില്ല. നിങ്ങൾ നോർമൽ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ച കുട്ടിയാണ്, നിങ്ങൾ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബയോളജിയിൽ നിന്നായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത് നല്ലത്. ബയോളജിയിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ബയോ കുറേയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 12th നിങ്ങളിപ്പോൾ എക്സാം കൊടുത്തവരല്ലേ, അപ്പോൾ ആ സാധനമൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വേഗം ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കുന്നതിനനുസരിച്ച് അപ്പം തന്നെ അത് ബബിൾ ചെയ്യുക. ഒന്നാമത്തെ ആൻസർ സി, ഓക്കെ, സി മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ആദ്യം ബയോന്ന് തുടങ്ങുക, എന്നിട്ട് കെമിസ്ട്രിയിൽ പോവുക, എന്നിട്ട് ഫിസിക്സിലേക്ക് പോവുക. നിങ്ങൾക്ക് ഏറ്റവും ഈസി കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയിൽ തുടങ്ങിക്കോ, നിങ്ങൾക്ക് ഏറ്റവും ഈസി ഫിസിക്സ് ആണെങ്കിൽ അങ്ങനെ തുടങ്ങിക്കോ. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ പരിചയമില്ലാത്ത കുട്ടികളാണെങ്കിൽ ബയോന്ന് തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ വെറുതെ ഫുള്ളായിട്ട് ബബിൾ ചെയ്യാനൊന്നും നോക്കരുത്. അടുത്തവനെല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒൻ്റെ നോക്കി അയ്യോ ഞാനും എന്നാൽ മുഴുവൻ ചെയ്യട്ടെ, അങ്ങനെ ചെയ്ത് വെക്കരുത് കേട്ടോ. എന്നാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കും കുട്ടി ഫുള്ള് ബബിൾ ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന സാധനങ്ങൾ പ്രോപ്പറായിട്ട് മക്കൾ ബബിൾ ചെയ്യുക. ഓക്കെ ആണല്ലോ? നിങ്ങളൊരു 1 മണിക്കുള്ളിലെങ്കിലും നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് കയറാൻ നോക്കണം. അവിടെ എത്തി ബയോമെട്രിക്സ് ഒക്കെ കഴിഞ്ഞ് മക്കൾക്ക് 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 1:45 ആകുമ്പോൾ നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് തരും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തരും. നിങ്ങൾക്ക് 1:50 ആകുമ്പോൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. 2 മണി മുതൽ മക്കൾക്ക് എക്സാം എഴുതി തുടങ്ങും. 5 മണി വരെ എക്സാം ഉണ്ടാവും. 5 മണിക്ക് നിങ്ങൾ പേപ്പറിൽ കൊടുത്ത OMR കൊടുത്താൽ മതി. ഓക്കെ ആണേ? ഒബ്ജക്റ്റീവ് മോഡിലാണ് എക്സാം. നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതാനൊന്നുമല്ല, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ബബിൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു മക്കളെ.